അങ്ങനെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ചെറുക്കനൊരു പുതിയ ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ എന്ന്. കഴിഞ്ഞ ദിവസം ചെക്കനൊരു ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കിഡു ടേസ്റ്റൊക്കെ ആയിരുന്നു. അന്ന് സുനിച്ചേട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും 100 മാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഓവർ കോൺഫിഡൻസോട് കൂടിയാണ് ആളിന്ന് ചെയ്യാൻ പോണത്. അപ്പം ചെയ്യണേൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, പാചകക്കാരൊക്കെ പറയണ പോലെ തന്നെ ഇന്ന് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയണ പോലെ തന്നെ പുള്ളി തുടങ്ങിയപ്പോൾ തന്നെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് അതിൻ്റെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കടയിൽ ചെന്നപ്പോൾ കിട്ടിയില്ല, സ്വന്തമായിട്ട് തന്നെ എൻ്റെ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചത്. അങ്ങനെ മേടിച്ചപ്പോൾ കിട്ടിയില്ല അമ്മേ, അതുകൊണ്ട് ഇത്ര നന്നാവുമെന്ന് അറിയാൻ പാടില്ല, പിന്നെ ഫ്രഷ് ക്രീം കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീ ചെയ്യേ, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാന്നേ, അടിപൊളിയായിരിക്കും, നീ ചെയ്താൽ കിടുവല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ചെറുക്കനെ. അപ്പോൾ ചെറുക്കനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണോ ചേട്ടാ എന്ന് ചോദിച്ചു. ഓ ചോദിക്കണ്ടായിരുന്നു. ചെറുക്കൻ അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ദേ അമ്മേ കുറച്ച് ചോക്ലേറ്റ് എനിക്ക് മെൽറ്റാക്കി തരുമെന്ന്. അപ്പം ഞാൻ ഓർത്ത് ചോക്ലേറ്റ് അല്ലേ, കുറച്ച് കഴിക്കുകയും ചെയ്യാം മെൽറ്റാക്കി കൊടുക്കുകയും ചെയ്യാമെന്ന് ഓർത്ത്. അങ്ങനെ ദേ നമ്മുടെ ചെറുക്കനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് ലെയറൊക്കെ കൊടുത്ത് സംഭവം നല്ല കിഡു ആക്കിയിട്ടുണ്ട്. അപ്പോൾ ദേ നമുക്കങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എറാത്തേക്ക് പോയിട്ടാ. എറാത്തേക്ക് ചെന്നപ്പോഴാണ് ദൈവമേ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. കാത്തിരുന്ന് നല്ല അടിപൊളി ഒരു മഴക്കാരും നല്ല കാറ്റും ഇടിവെട്ടും നല്ല അന്തരീക്ഷം, നന്നായിട്ട് നല്ല കൂളായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാറ്റും ഒക്കെ ഇപ്പം തന്നെ തെങ്ങൊക്കെ മറിഞ്ഞു വീഴുമെന്ന് വിചാരിച്ച്. സുധുവും പൊന്നൂസും കൂടിയാണെങ്കിൽ അവിടെ താഴെ ബോളൊക്കെ കളിക്കണമായിരുന്നു കേട്ടോ. മഴ വന്നാൽ കുളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണ്ടായിരുന്നു. ബോൾ കളിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഉണ്ടോ ഒരു തേങ്ങ വീണ്. അങ്ങനത്തെ തേങ്ങയും മടലും ഒക്കെ ആവശ്യത്തിലധികം വീഴുന്നുണ്ട്. ഇനി മരങ്ങളൊക്കെ എപ്പോഴാണെന്നാവോ കടപുഴകി വീഴാൻ പോണത്, അതുപോലത്തെ കാറ്റായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കാറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് കയറാത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ചെറിയ മഴയും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സുധപ്പനാണെങ്കിൽ അപ്പം തുടങ്ങി, അമ്മ ഞാൻ മഴയത്ത് ഇറങ്ങിക്കോട്ടെ, കളിച്ചോട്ടെ, കുളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട, കഴിഞ്ഞ ദിവസത്തെ ചുമ മാറി വരണുള്ളൂ, ഇനി ആസ്പത്രിയിൽ പോകാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറുക്കൻ കുറച്ച് നേരം ഇങ്ങനെ മഴയും കാറ്റും ഒക്കെ ഇങ്ങനെ കണ്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ കെഞ്ചിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. മഴ കാണാൻ നല്ലൊരു രസമല്ലേ. എത്ര നാളുകൾക്ക് ശേഷമാണ് നമ്മൾ മഴ കാണുന്നത്. മഴ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. മഴ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കുള്ളൂ. ആ സമയം കൊണ്ട് ഞങ്ങളങ്ങനെ ഡ്രീം കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റായതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് തന്നെ അത്ര സുഖമായിട്ട് അങ്ങോട്ട് സെറ്റായിട്ടില്ല. സുധപ്പനാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. അങ്ങനെ സുധു ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാനും കഴിച്ച് നല്ല കിഡിലനായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു.